ഹലോ മക്കളെ, കഴിഞ്ഞ ദിവസം മിസ് ഇൻസ്റ്റഗ്രാമിൽ നിങ്ങൾക്ക് നീറ്റ് എക്സാമിനെ കുറിച്ച് അല്ലെങ്കിൽ നിങ്ങൾക്ക് നീറ്റിനെ കുറിച്ച് എന്തൊക്കെയാണ് സംശയങ്ങളുള്ളതെന്ന് പറഞ്ഞ ഒരു സ്റ്റോറി മിസ് ഷെയർ ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിൽ എൻ്റെ കുട്ടികൾ ഒത്തിരി കാര്യങ്ങൾ മിസ്സിനോട് ചോദിച്ചിട്ടുണ്ടായിരുന്നു. അതിൽ ഒരു മോള് ചോദിച്ചിട്ടുള്ളൊരു മെയിൻ കൺസേൺ ആണ് മിസ് ഈ ഒരു വീഡിയോയിലൂടെ ഷെയർ ചെയ്യാൻ പോകുന്നത്. അതായത് മെയിനായിട്ട് ഇത് ഗേൾസിനായിരിക്കും ഇത് യൂസ്ഫുൾ ആവുന്നുണ്ടാവുക. അതായത് പീരിയഡ്സിൻ്റെ ടൈമിലുള്ള നമ്മളുടെ ഈ ഒരു എക്സാം പ്രിപ്പറേഷനും അതേപോലെ തന്നെ നമ്മുടെ മെയ് 4 എന്ന് പറയുന്നത് നിങ്ങളെല്ലാവരും നിങ്ങളുടെ നീറ്റ് എക്സാം എഴുതാൻ പോകുന്ന ദിവസമാണ്. അപ്പോൾ ആ ദിവസമാണ് നിങ്ങളുടെ ഡേറ്റ് വരുന്നത്, അല്ലെങ്കിൽ ആ ദിവസം എറൗണ്ടാണ്. അപ്പോൾ അന്നെങ്ങാനും പീരിയഡ്സ് ആയി കഴിഞ്ഞാൽ എന്ത് ചെയ്യും എന്ന് പറഞ്ഞ് ഒരു റിയൽ ആയിട്ടുള്ള കൺസേൺസ് ഉണ്ടായിരുന്നു. അപ്പം എൻ്റെ കുട്ടികളോട് ആദ്യം തന്നെ മിസ്സിന് പറയാനുള്ളത്, ഒന്നാമത്തെ നിങ്ങളുടെ എക്സാം ഡേ മെയ് 4 നിങ്ങളുടെ എക്സാമാണ്. അപ്പോൾ നിങ്ങളുടെ ഡേറ്റ് അന്നാണ്, അല്ലെങ്കിൽ 3 2 1 അങ്ങനെ എപ്പോഴെങ്കിലും ഒക്കെ ആണെന്നുണ്ടെങ്കിൽ, അല്ലെങ്കിൽ ചിലപ്പോൾ 5 ആവാം 6 ആവാം, അപ്പോൾ നിങ്ങൾക്ക് അന്ന് പീരീഡ്സ് ആവും എന്നുള്ള ഡൗട്ട് ഉണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് തീർച്ചയായിട്ടും നിങ്ങൾ എന്താണോ യൂസ് ചെയ്യുന്നത്, നിങ്ങളിപ്പം മെൻസ്ട്രൽ കപ്പ് ആണെങ്കിൽ മെൻസ്ട്രൽ കപ്പ്, അല്ലെങ്കിൽ നിങ്ങൾ സാനിറ്ററി നാപ്കിൻസ് ആണ്, പാഡ് ആണെങ്കിൽ അത്, അല്ലെങ്കിൽ നിങ്ങൾ ടാംപൂൺസ് ആണെങ്കിൽ അത്, നിങ്ങൾക്ക് എന്താണോ അത് നിങ്ങൾക്ക് എക്സാം ഹോളിൽ കൊണ്ടുപോകാം. നിങ്ങൾക്ക് ബാത്റൂമിൽ പോയിട്ട് ചേഞ്ച് ചെയ്യാം, ഒരു പ്രശ്നമില്ല. ഇനി അതല്ല നിങ്ങളുടെ കൺസേൺ, നിങ്ങൾക്ക് ഭയങ്കരമായിട്ട് നിങ്ങൾക്ക് പെയിൻ ഉണ്ടാവുന്നതാണല്ലേ. കാരണം ചില ആൾക്കാർക്ക് ഈ ഒരു പീരീഡ്സിൻ്റെ സമയത്ത് ഉണ്ടാകുന്ന പ്രശ്നങ്ങളെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഭയങ്കര സിവിയറാണ്. വൊമിറ്റിങ്ങും, നമുക്ക് നടക്കാൻ പറ്റുന്നില്ല, എഴുന്നേക്കാൻ പറ്റുന്നില്ല, ഭയങ്കര വയറുവേദന, അല്ലെ ബാക്ക് പെയിൻ, ഇങ്ങനത്തെ നിങ്ങൾക്ക് സിവിയർ സിംറ്റംസ് ഉള്ള ആൾക്കാരാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഒന്നുകിൽ ഈ ഭയങ്കര പെയിനാണ് നിങ്ങളുടെ കൺസേൺ എങ്കിൽ നിങ്ങൾക്കൊരു ഡോക്ടറെ കാണിച്ചിട്ട് എന്തെങ്കിലും പെയിൻ കില്ലേഴ്സ് അന്നത്തെ ഒരു ദിവസത്തെ നമ്മളുടെ ആ ഒരു എക്സാം നല്ല സ്മൂത്തായിട്ട് എഴുതണേ. നിങ്ങൾക്ക് ഡോക്ടേഴ്സിനെ കാണിച്ചതിന് ശേഷം മാത്രം ഒരു കാരണവശാലും മെഡിക്കൽ ഷോപ്പിൽ പോയിട്ട് തോന്നിയത് വാങ്ങിച്ച് കഴിക്കരുത്. ഡോക്ടേഴ്സിനെ കൺസൾട്ട് ചെയ്ത് നിങ്ങളുടെ കൺസേൺ ഇതാണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഡോക്ടേഴ്സ് എന്തെങ്കിലും മെഡിസിൻസ് പറയും. ഇനി അതല്ല, നിങ്ങൾക്ക് അന്ന് പീരീഡ് ആവുന്നത് ഒരു കാരണവശാലും സഹിക്കാൻ പറ്റില്ല, നിങ്ങൾക്ക് പീരീഡ്സ് ആയി കഴിഞ്ഞാൽ നിങ്ങൾക്ക് ബെഡിൽ നിന്ന് എഴുന്നേക്കാൻ പോലും പറ്റാത്ത അത്രയും ഒരു അവസ്ഥയാണ് നിങ്ങൾ ഫേസ് ചെയ്യുന്നത്, അതായത് നിങ്ങൾക്ക് ഭയങ്കര വൊമിറ്റിങ്ങും തലകറക്കും അങ്ങനത്തെ ഒക്കെ ഇഷ്യൂസ് ഉള്ള മക്കളാണെന്നുണ്ടെങ്കിൽ നിങ്ങളത് പീരീഡ് പോസ്റ്റ്പോൺ ചെയ്യാനുള്ള ടാബ്ലറ്റ്സ് അതും ഡോക്ടേഴ്സിനെ കൺസൾട്ട് ചെയ്തതിന് ശേഷം മാത്രം യൂസ് ചെയ്യാം. അപ്പം ഈ ഓപ്ഷൻസ് നിങ്ങളുടെ മുന്നിലുണ്ട് ആ ദിവസമാണ് നിങ്ങളുടെ പീരീഡ് എങ്കിൽ. ഇനി അതല്ല, നിങ്ങൾക്കത് സഹിക്കാൻ പറ്റുന്ന വേദനയാണ്, കുഴപ്പമൊന്നുമില്ല എന്നാണെങ്കിൽ, പക്ഷേ നിങ്ങൾക്കതൊരു ചൂട് കിട്ടിക്കഴിഞ്ഞാൽ കുറച്ച് നല്ലതാണ്. അല്ലെങ്കിൽ ചില ആൾക്കാർ തണുപ്പ് പിടിക്കുന്ന ആൾക്കാരുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ഹീറ്റ് പാച്ചസ് അവൈലബിൾ ആണ്. ഓക്കെ, നിങ്ങൾക്ക് നെറ്റിൽ നോക്കിക്കഴിഞ്ഞാൽ അല്ലെങ്കിൽ ആമസോണിലോ അല്ലെങ്കിൽ ഓൺലൈൻ ഷോപ്പിങ്ങിലൊക്കെ നോക്കിക്കഴിഞ്ഞാൽ ഹീറ്റ് പാച്ചസ് അവൈലബിൾ ആണ്. അതായത് കുറച്ചിങ്ങനെ ചൂട് പിടിച്ച് കഴിഞ്ഞാൽ ഒരു വയറുവേദനയ്ക്കൊക്കെ ഒരു ആശ്വാസം കിട്ടുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഹീറ്റ് പാച്ചസ് യൂസ് ചെയ്യാം, കുഴപ്പമൊന്നുമില്ല. ഓക്കെ, അത് നമ്മൾ അണ്ടർവെയറിൻ്റെ അവിടെ നമ്മൾ സ്റ്റിക്ക് ചെയ്യുക, അല്ലെങ്കിൽ നമ്മൾ ഡ്രസ്സിനോട് സ്റ്റിക്ക് ചെയ്ത് വെച്ച് കഴിഞ്ഞാൽ നമുക്കപ്പോൾ ഒരു ചൂട് കിട്ടും. അങ്ങനത്തതുണ്ടെങ്കിൽ നിങ്ങൾക്ക് അതും യൂസ് ചെയ്യാം, ഒരു പ്രശ്നവുമില്ല. ഓക്കെ, അപ്പോൾ ഇതൊക്കെയാണ് നമ്മളുടെ എക്സാം ഡേയിൽ നമ്മൾ വന്നു കഴിഞ്ഞാൽ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ. ഇനി എക്സാം പ്രിപ്പറേഷൻ്റെ സമയത്ത് പീരീഡ്സ് ആവുന്ന സമയത്ത് പഠിക്കാൻ പറ്റുന്നില്ല, ഓൾറെഡി ഭയങ്കര സ്ട്രെസ്ഡ് ആണ്, ഇതിൻ്റെ ഇടയിൽ കൂടെ പീരീഡ്സും കൂടെ വന്നു കഴിഞ്ഞാൽ ഭയങ്കരമായിട്ടുള്ള ടെൻഷൻസും കാര്യങ്ങളൊക്കെ ഉള്ള മക്കളാണെന്നുണ്ടെങ്കിൽ, ഒന്നാമത്തെ കാര്യം, നമുക്ക് ഈ പീരീഡ്സ് എന്ന് പറയുന്നത് നമുക്ക് ഒഴിവാക്കാൻ പറ്റില്ല, നമുക്കത് നമ്മുടെ ലൈഫിൻ്റെ ഒരു പാർട്ടാണ്. അപ്പോൾ നിങ്ങൾക്ക് ഭയങ്കരമായിട്ട് നിങ്ങൾക്ക് ഒട്ടും പഠിക്കാൻ പറ്റാത്തത് ആലോചിച്ചിട്ടുള്ള സ്ട്രെസ്സാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ അത്രയും അങ്ങോട്ട് സ്ട്രെസ് എടുക്കണ്ട. നിങ്ങൾ എന്ത് ചെയ്യേണ്ടതെന്ന് പറഞ്ഞാൽ, ആ ഒരു ദിവസമല്ലേ, ആ ഒരു ദിവസം നമ്മൾ പഠിച്ചിട്ടില്ല, അല്ലെങ്കിൽ ഒരു 2 ദിവസമാണ് നിങ്ങൾക്ക് പെയിൻ വരുന്നത്, ഓരോരുത്തർക്കും ഓരോ പോലെ ആയിരിക്കും. അപ്പോൾ നിങ്ങൾക്ക് 2 ദിവസം ഭയങ്കര സിവിയർ പെയിനാണ്, 2 ദിവസം നിങ്ങൾ പ്രോപ്പറായിട്ട് റെസ്റ്റ് എടുക്കുക എന്നുള്ളതാണ്. പ്രോപ്പറായിട്ട് റെസ്റ്റ് എടുത്ത് അതിന് ശേഷം നമ്മൾ ഫുൾ പവറിൽ നമ്മൾ പിന്നെ വന്നത് പഠിച്ചാലും മതി. അല്ലാതെ അയ്യോ ആ സമയത്ത് പഠിച്ചില്ലല്ലോ എന്ന് ആലോചിച്ച് സ്ട്രെസ് എടുക്കും തോറും പിന്നെ നമ്മളെ പീരീഡ്സ് കഴിഞ്ഞാൽ നമുക്ക് പഠിക്കാൻ പറ്റാത്ത രീതിയിൽ നമ്മൾ ഈ സ്ട്രെസ് ബാധിക്കും, നമ്മൾ അതന്നെ ചിന്തിച്ചുകൊണ്ടിരുന്നു കഴിഞ്ഞാൽ. കാരണം നിങ്ങൾ മനസ്സിലാക്കേണ്ടത്, പീരീഡ്സിൻ്റെ സമയത്ത് നമ്മുടെ ബോഡിക്ക് അല്ലേ, നമ്മളുണ്ടെങ്കിലല്ലേ നമുക്ക് എക്സാമിന് പഠിക്കാനും അതുപോലെ തന്നെ നമ്മൾക്ക് എഴുതാനും ഒക്കെ പറ്റുള്ളൂ. അപ്പോൾ ആദ്യം നമ്മുടെ ബോഡി ഫിസിക്കലി മെൻ്റലി ഓക്കെ ആണെന്ന് നമ്മൾ എൻഷുർ ചെയ്യണം. അപ്പോൾ നിങ്ങൾക്ക് അങ്ങനത്തെ ഇഷ്യൂസ് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ആ 2 ദിവസമാണോ 1 ദിവസമാണോ പ്രോപ്പറായിട്ട് റെസ്റ്റ് എടുക്കുക. അതിൻ്റെ കൂടെ എൻ്റെ കുട്ടികൾ ശ്രദ്ധിക്കേണ്ടത്, നിങ്ങളിപ്പോൾ വേനൽക്കാലം കൂടിയാണ്, നല്ലപോലെ വെള്ളം കുടിക്കുന്നുണ്ടെന്ന് എൻഷുർ ചെയ്യുക, പ്രോപ്പർ സ്ലീപ്പ് എടുക്കുന്നുണ്ടെന്ന് എൻഷുർ ചെയ്യുക. കാരണം ഇതൊന്നും ചെയ്യാതെ നിങ്ങൾ എന്തൊക്കെ തലകുത്തി മറിച്ചാലും അത് അവസാനം നമ്മൾക്ക് നല്ലൊരു റിസൾട്ട് ആയിരിക്കില്ല തരുന്നത്. ഓക്കെ, അപ്പോൾ പ്രോപ്പർ സ്ലീപ്പ്, നല്ല രീതിയിൽ വെള്ളമൊക്കെ കുടിക്കുന്നുണ്ട്, നല്ല പോലത്തെ ഹെൽത്തി ആയിട്ടുള്ള ഫുഡൊക്കെ കഴിച്ച് തന്നെ ഇരിക്കുക. ഓക്കെ, ഇനി മൂഡ് സ്വിങ്സിൻ്റെ കാര്യം. ഇപ്പം പല ആൾക്കാർക്കും പല രീതിയിലായിരിക്കും. ഒന്നാമത് നമ്മൾ ഈ ലാസ്റ്റ് മിനിറ്റ് പ്രിപ്പറേഷനാണ്, നമ്മളുടെ നീറ്റ് എക്സാമിൻ്റെ ജേണിയാണ്. അപ്പോൾ നമുക്ക് ഓൾറെഡി നമ്മൾ ഭയങ്കരമായിട്ട് സ്ട്രെസ്ഡ് ആയിരിക്കും. നമുക്ക് കിട്ടുമോ കിട്ടില്ലേ, അവരെന്ത് ചോദിക്കും, ഇവരെന്ത് ചോദിക്കും, റിസൾട്ട് എങ്ങനെയാവോ, ഇത് പഠിച്ചു തീരുമോ, എക്സാം ഈസി ആവോ, പലതരത്തിലുള്ള ടെൻഷൻ കാര്യങ്ങൾ എൻ്റെ മക്കൾ ഫേസ് ചെയ്യുന്നുണ്ടാവും. ഇതിപ്പോൾ ഗേൾസ് മാത്രമല്ല ബോയ്സിനായാലും. ഓക്കെ, അപ്പോൾ അതിൻ്റെ ഇടയിൽ കൂടെ നമുക്ക് പീരീഡ്സും കൂടെ വരുമ്പോൾ നമുക്ക്
ഒത്തിരി ബുദ്ധിമുട്ടായിരിക്കും. ഓക്കെ, അപ്പം നമ്മൾ എന്താ ചെയ്യുക, നമുക്ക് ആകെ ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ മൂഡ് സ്വിങ്സ് ഉള്ള സമയത്ത് നമ്മൾ ആദ്യം ഒന്ന് റിയലൈസ് ചെയ്യണം ഇതെനിക്ക് ഇതുകൊണ്ടാണ് വന്നിട്ടുള്ളത്. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യുക, അപ്പം നിങ്ങൾ ഭയങ്കരമായിട്ട് നിങ്ങൾക്ക് ആ സമയത്ത് ഈ മൂഡ് സ്വിങ് ഉണ്ടാകുന്ന സമയത്ത് ആരെങ്കിലും നിങ്ങളോട് ഭയങ്കരമായിട്ട് ഇങ്ങനെ സംസാരിക്കുമ്പോഴാണ് നിങ്ങൾക്ക് ഇറിറ്റേഷൻ വരുന്നത്. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ ഓൾറെഡി നമ്മുടെ പാരൻസിനോടോ അല്ലെങ്കിൽ നിങ്ങളുടെ ആരോടാണോ നിങ്ങൾ സംസാരിക്കുന്നത് അവരോട് പറഞ്ഞു വെക്കുക എനിക്ക് ഇങ്ങനത്തെ ഇഷ്യൂസൊക്കെ ഉണ്ട്, അപ്പം നിങ്ങളെല്ലാവരും അതൊന്ന് മനസ്സിലാക്കിയിട്ട് പെരുമാറണമെന്ന് നേരത്തെ കൂടി പറഞ്ഞെടുത്ത് കഴിഞ്ഞാൽ ഒരു പ്രശ്നം ഉണ്ടാവില്ല. അതൊന്നും അവരോട് നമ്മൾ ഷെയർ ചെയ്യാതെ ആകുമ്പോൾ എന്താ പ്രശ്നം പറ്റുകയെന്ന് വെച്ചാൽ നമ്മൾ ഈ പൊട്ടിത്തെറിക്കുമ്പോൾ അമ്മയാണെങ്കിൽ അച്ഛനോടായിരിക്കും നമ്മൾ പൊട്ടിത്തെറിക്കുന്നത്, അല്ലെങ്കിൽ നമ്മുടെ കസിൻസിനോടോ സിസ്റ്റേഴ്സിനോടായിരിക്കും. അപ്പോൾ പൊട്ടിത്തെറിക്കുമ്പോൾ അവർ അതിന് മുകളിൽ എന്തിനാ ഇത്രയും ഒച്ചയും ബഹളവും ഉണ്ടാക്കണമെന്ന് പറഞ്ഞാൽ അവർ നമ്മളോട് പൊട്ടിത്തെറിക്കാൻ തോന്നും. അപ്പോൾ ആ സങ്കടവും ഈ മൂഡ് സ്വിങ്ങിൻ്റെ സങ്കടവും പീരിയഡ്സും എല്ലാം കൂടെ നമ്മളെ വിഷമിപ്പിക്കും. അപ്പോൾ ഓൾറെഡി അത് പറഞ്ഞു വെച്ച് ഒന്ന് നമ്മൾ കമ്മ്യൂണിക്കേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് നമ്മൾ മനസ്സിലാക്കുന്ന പാരൻസ് ആണെന്നുണ്ടെങ്കിൽ അതിനൊരു സമാധാനം കിട്ടും. പിന്നെ ഈ സമയത്ത് എൻ്റെ മക്കൾക്ക് എന്ത് ചെയ്യാന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് തന്നെ അറിയാം നിങ്ങൾക്ക് എന്ത് ചെയ്താലാണോ നിങ്ങൾക്ക് സമാധാനം കിട്ടുന്നത്. പ്രത്യേകിച്ച് ഈ പീരീഡ്സിൻ്റെ മൂഡ് സ്വിങ്സ് ഉള്ള സമയത്ത് നമുക്ക് ചിലപ്പോൾ പഠിക്കാൻ പറ്റണമെന്നില്ല. അപ്പോൾ അങ്ങനത്തെ സമയത്ത് ചിലപ്പോൾ നിങ്ങൾക്ക് മ്യൂസിക് കേൾക്കുന്നത് നിങ്ങൾക്ക് താല്പര്യമുള്ളവരാണെങ്കിൽ അങ്ങനെ ചെയ്യുക. അതല്ല നിങ്ങൾക്ക് കുറച്ച് സമാധാനത്തോടു കൂടി ഇങ്ങനെ ആരോടും മിണ്ടാതെ കുറച്ച് നേരം ഇരിക്കുന്നതാണ് സമാധാനം എന്നുണ്ടെങ്കിൽ അത് ചെയ്യുക. അങ്ങനെ നിങ്ങളെ കാമാക്കുന്നത് എന്താണോ, നിങ്ങൾക്കിപ്പോൾ യോഗ, മെഡിറ്റേഷൻ അങ്ങനത്തെ എന്തെങ്കിലും ചെയ്താൽ സമാധാനം കിട്ടുന്നുണ്ടെങ്കിൽ അത് ചെയ്യുക. ഇനി ചില ആൾക്കാർക്കൊന്ന് ഉറങ്ങിയാൽ കുറച്ച് ആശ്വാസം കിട്ടും, അങ്ങനെയാണെങ്കിൽ അത് ചെയ്യുക. അങ്ങനെ നിങ്ങളെ കാമാക്കാൻ പറ്റുന്നത് എന്താണെന്ന് നിങ്ങൾ തന്നെ മനസ്സിലാക്കിയിട്ട് അത് ചെയ്യുക. ബസ്സിനൊക്കെ ആണെന്നുണ്ടെങ്കിൽ ഈ പീരീഡ്സിൻ്റെ സമയത്ത് എനിക്ക് കുറച്ച് നേരം മിണ്ടാതിരുന്ന് കഴിഞ്ഞാൽ എനിക്ക് ഓക്കെ ആകും. എനിക്കപ്പോൾ ആരോട് സംസാരിക്കില്ല, ഞാനും സംസാരിക്കില്ല, ആരും എന്നോട് വന്ന് സംസാരിക്കാതെ ഞാൻ കുറച്ച് നേരം മിണ്ടാതിരിക്കും. പെയിൻ ഉണ്ടെങ്കിലും ആ സമയത്ത് ഞാൻ കുറച്ച് നേരം അധികം സംസാരിക്കാതിരുന്ന് കഴിഞ്ഞാൽ എനിക്ക് ശരിയാവും. അപ്പോൾ അതേപോലെ നിങ്ങൾക്ക് എന്താണ്, ചിലപ്പോൾ ചില മക്കൾക്കാണെങ്കിൽ ചോക്ലേറ്റ് കഴിച്ച് കഴിഞ്ഞാൽ ഓക്കെ ആവും. ഒത്തിരി ചോക്ലേറ്റ് കഴിക്കുന്നത് നല്ലതല്ല, പക്ഷേ ആ സമയത്ത് നമുക്ക് അങ്ങനത്തെ എന്തെങ്കിലും ക്രേവിങ്സോ അല്ലെങ്കിൽ നിങ്ങൾക്ക് എന്തെങ്കിലും അങ്ങനെ കഴിക്കണമെന്ന് തോന്നിയിട്ടുണ്ടെങ്കിൽ ആ സമയത്ത് നിങ്ങളത് കഴിക്കാം. ഓക്കെ, അതെന്ന് കരുതി എപ്പോഴും ചോക്ലേറ്റ് കഴിക്കരുത്, നല്ലതല്ല, ഹെൽത്തി അല്ല. ഓക്കെ, അങ്ങനെ നിങ്ങൾക്ക് ചെയ്യാൻ പറ്റുന്ന, നിങ്ങൾക്ക് അറിയാലോ നിങ്ങളെ കംഫർട്ടാക്കാൻ പറ്റുന്നത് എന്താണെന്ന് അത് ചെയ്യാം. റെഡി? ഇനി ആ 1-2 ദിവസം നിങ്ങൾ പഠിക്കാതിരുന്നതുകൊണ്ട് നിങ്ങളുടെ നീറ്റിൻ്റെ സ്കോർ ഭയങ്കരമായിട്ട് താഴ്ന്നു പോകും, നിങ്ങൾ തോറ്റു പോകുന്നില്ല. ഓക്കെ, അതെൻ്റെ മക്കൾ മനസ്സിലാക്കിയിട്ട് പിന്നീടുള്ള ദിവസങ്ങൾ ഏറ്റവും അടിപൊളിയായിട്ട് പഠിക്കാം. റെഡി? അപ്പോൾ ഈ കാര്യങ്ങൾ കുറച്ച് ക്ലാരിറ്റി വന്നു, നിങ്ങൾക്ക് കുറച്ചൊരു ആശ്വാസം തരാൻ പറ്റിയെന്ന് മിസ് കരുതുന്നു. നിങ്ങൾക്ക് എന്തെങ്കിലും സംശയങ്ങളുണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യുക. ഓൾ ദി വെരി ബെസ്റ്റ്. നിങ്ങളെല്ലാവരും ഏറ്റവും അടിപൊളിയായിട്ട് ഏറ്റവും സൂപ്പറായിട്ടുള്ള മക്കളാണ്. അത് നിങ്ങളെ തന്നെ ഓർമ്മിപ്പിക്കുക, നിങ്ങളെ തന്നെ അത് മനസ്സിലാക്കിക്കൊണ്ടിരിക്കുക. ഞാൻ ഏറ്റവും അടിപൊളിയാണ്, ഞാൻ ഏറ്റവും അടിപൊളിയായിട്ട് തന്നെ പഠിക്കും, ഏറ്റവും സൂപ്പറായിട്ട് ഞാൻ എക്സാം എഴുതും, ഞാൻ അടിപൊളിയാണ് എന്ന് നിങ്ങളെ തന്നെ അപ്രിഷ്യേറ്റ് ചെയ്യുക. നിങ്ങൾക്ക് നിങ്ങളുടെ ബോഡി പോസിറ്റീവായിട്ട് അതിനൊരു റെസ്പോൺസും തരും. ഓൾ ദി ബെസ്റ്റ്. ഹാപ്പി ആയിരിക്കുക, അടിപൊളിയായിട്ട് പഠിക്കുക.